പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കോവിഡ്-19 എന്ന മഹാമാരി പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ നമ്മളേവരും പാലിക്കേണ്ടതാണ്. കോവിഡിനോടൊപ്പം ജീവിക്കാം, എങ്ങനെ സുരക്ഷിതമായി ജീവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് +2 ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് കടക്കാം. +2 ഇക്കണോമിക്സിൻ്റെ സിലബസ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇക്കണോമിക്സിന് പല ബ്രാഞ്ചസ് ഉണ്ട്. മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ്, ഡെവലപ്മെൻ്റൽ ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സ്, ഇങ്ങനെ വിവിധ ബ്രാഞ്ചുകളുള്ള ഒരു വിഷയമാണ് ഇക്കണോമിക്സ്. അതിൽ പ്രധാനപ്പെട്ട 2 ബ്രാഞ്ചസ്, അതായത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സുമാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നത്. ഇക്കണോമിക്സിൻ്റെ സിലബസിന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. മൈക്രോ ഇക്കണോമിക്സിൽ 6 യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ് ആണ്. ആ യൂണിറ്റിൽ എന്താണ് മൈക്രോ ഇക്കണോമിക്സ്, മൈക്രോ ഇക്കണോമിക് വേരിയബിൾസ് എന്തൊക്കെയാണ്, ഒരു ഇക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള അനാലിസിസ് എന്നും നോർമേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് എന്നും ഇത്രയും ഉൾപ്പെടുന്ന ഒരു ചെറിയ യൂണിറ്റാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. കൺസംഷൻ, കൺസ്യൂമർ നമുക്ക് പരിചിതമായൊരു പേരാണത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ, ആരാണ് കൺസ്യൂമർ, എന്താ, അപ്പോൾ കൺസ്യൂമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, കൺസ്യൂമറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട്സ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്യൂമർ ടു അറ്റെയിൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? അപ്പം നമ്മൾ കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക? അതിന് ചില ടൂൾസ് ഉണ്ട്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന 1-2 ടൂൾസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഓരോ പഠിക്കുന്ന മുറയ്ക്ക് ഇതിനെ ബഡ്ജറ്റ് ലൈനിനെയും ഇൻഡിഫറൻസ് കർവിനെയും കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പറയുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിമാൻഡ്. നമുക്കറിയാമല്ലോ, ഡിമാൻഡ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡിമാൻഡ്. ഇപ്പോൾ ചില പ്രോഡക്ട്സിന് ഡിമാൻഡ് കൂടുതലാണ്, ഡിമാൻഡ് കുറവാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം എന്താണ് ഡിമാൻഡ്, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? ഡിമാൻഡ്, പ്രധാനമായിട്ടും ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ. പ്രൈസ് കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ് പ്രധാനമായിട്ടും അവിടെ വരിക. അപ്പം അതുപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയുന്നില്ല, അല്ലേ? ഉദാഹരണമായിട്ട് മെഡിസിൻസ്, ഗോൾഡ്, ഡയമണ്ട്, റൈസ്, ഇതൊക്കെ നമ്മൾ കാണുന്ന പ്രോഡക്ട്സാണ്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടി, അപ്പോൾ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവാം. അതുപോലെയല്ല, മെഡിസിൻസിൻ്റെ വില കൂടിയാലും ഡിമാൻഡ് അതേ രീതിയിലുള്ള മാറ്റമല്ല ഉണ്ടാകുക. അപ്പം ഈ തരത്തിലുള്ള ഒരു അനാലിസിസാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഉപയോഗിച്ച് നടത്തുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ റേറ്റാണ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ ചേർത്തുന്നതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറും ഡിമാൻഡും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആരുടെ ഭാഗമായിരിക്കും? പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം എന്താണ് പ്രൊഡ്യൂസറിൻ്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്? ടു അറ്റെയിൻ മാക്സിമം ഔട്ട്പുട്ട്, അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ തിയറീസ് ഉണ്ട്. നമുക്ക് ഷോർട്ട് റണ്ണിലെ തിയറീസും ഉണ്ട്, ലോങ് റണ്ണിലെ തിയറീസും ഉണ്ട്. അതുപോലെ തന്നെ ആ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കോസ്റ്റാണ്. പ്രൊഡക്ഷനുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കോസ്റ്റ്. കോസ്റ്റ് നമുക്കറിയാം, അല്ലേ? ചിലവ്. അപ്പം എന്ത് സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോസ്റ്റിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെ? ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് എന്നും ലോങ് റണ്ണിലെ കോസ്റ്റ് എന്നും, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആയിരിക്കും നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ വരിക. ഈ നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നാണ്. അതായത് മാർക്കറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. മാർക്കറ്റിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നും. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി മാർക്കറ്റാണ്. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല.
അപ്പോൾ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിയൽ ലൈഫിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല എന്നുള്ളത്. എങ്കിലും തിയറീസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആ മാർക്കറ്റ് സിറ്റുവേഷനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ഫോർത്ത് യൂണിറ്റിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സപ്ലൈ. ഡിമാൻഡ് പോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സപ്ലൈ. എന്താണ് സപ്ലൈ? സപ്ലൈയുടെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഡിമാൻഡിലും റിലേറ്റഡ് ആയതുപോലെ തന്നെ പ്രൈസും സപ്ലൈയും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മെഷർ ചെയ്യുന്നു. അപ്പം ഇലാസ്റ്റിസിറ്റി ഏതൊക്കെ ഡിഗ്രീസ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ 4ാമത്തെ യൂണിറ്റ്. ഓക്കെ, 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ, അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്റ്റെബിലിറ്റീസ് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട്, അതായത് പ്രൈസ് ഡിറ്റർമിനേഷൻ, അതിനുവേണ്ടി നമുക്ക് ഡിമാൻഡും വേണം സപ്ലൈയും വേണം. നമ്മൾ മുന്നേ പഠിച്ച യൂണിറ്റ്സിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. പ്രൈസ് ഡിറ്റർമിനേഷൻ, മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഗവൺമെൻറ് എങ്ങനെ ഇടപെടുന്നു, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദി ഗവൺമെൻറ് ഇൻ ദി മാർക്കറ്റ്, അതും നമുക്ക് അറിയുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. നമുക്ക് അറിയാം പ്രൈസ് സീലിംഗ്, നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്, പ്രൈസ് ഫ്ലോർ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ്. അത് ചാപ്റ്റർ വൈസ് നമുക്ക് പോകുമ്പോൾ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാകും. ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ആണ്. അതായത് റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന മാർക്കറ്റ്സ് ആണ് അതിനകത്ത് വരിക. അത് മൊണോപ്പൊളി മാർക്കറ്റ്, ഒളിഗോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ വരിക. ഓക്കെ, മൈക്രോയിൽ ഇത്രയും യൂണിറ്റ്സ് ആണ് അതിനകത്ത് നമുക്ക് ഉൾപ്പെടും. മൈക്രോ എക്കണോമിക്സ് പോലെ തന്നെ മാക്രോ എക്കണോമിക്സിനും 6 യൂണിറ്റാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അപ്പം എന്താണ് മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ മീനിങ് എന്താണ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എമർജൻസ്, മാക്രോ എക്കണോമിക്സ് എമർജ് ചെയ്യുന്നതിൻ്റെ റീസൺസ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയ യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. എന്താണ് നാഷണൽ ഇൻകം അല്ലേ? നാഷണൽ ഇൻകം നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഇൻകവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. അതായത് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്, ഫൈനൽ ഗുഡ്സ് എന്താണ്, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ എന്താണ്, വാല്യൂ ആഡ്, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് തുടക്കത്തിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇൻകം മെത്തേഡ് എന്നും ഔട്ട്പുട്ട് മെത്തേഡ് എന്നും എക്സ്പെൻഡിച്ചർ, ഈ 3 മെത്തേഡ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ടേംസ് ഒന്നും കേട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കാരണം ഈ ഓരോ ചാപ്റ്റേഴ്സും വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് ക്ലാസ്. അതുപോലെ ഈ നാഷണൽ ഇൻകം GDP എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം അല്ലേ? നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതായത് GDP, GNP, NNP, NDP, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് അഗ്രിഗേറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്, മാത്തമെറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഇത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നാഷണൽ ഇൻകത്തിനെ നമുക്ക് ഒരിക്കലും ഒരു ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ബെസ്റ്റ് കനോട്ട് ബി കൺസിഡേർഡ് എസ് എ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ. വൈ എന്നുള്ളൊരു ടോപ്പിക്കും അതിൽ വരുന്നുണ്ട്. അപ്പം നാഷണൽ ഇൻകത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ആസ് എ മെഷർമെൻറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇത്രയും ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ 2ാമത്തെ യൂണിറ്റ്. 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മണി ആൻഡ് ബാങ്കിങ്. മണിയുടെ എവല്യൂഷൻ, മണിയുടെ ഹിസ്റ്ററി, ഇപ്പോൾ ടൈപ്സ് ഓഫ് മണി വരുന്നുണ്ട്, മണിയുടെ ഫങ്ഷൻ ചെയ്യുന്ന, അതായത് മണിയുടെ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ പണം സൂക്ഷിക്കാറുണ്ട്. എന്തൊക്കെ പർപ്പസിനാണ് നമ്മൾ പണം സൂക്ഷിക്കുക, അതായത് മോട്ടീവ്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പർപ്പസിനായിരിക്കാം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക, ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്തുന്നത് മോട്ടീവ് ഉണ്ട്. നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി കരുതുന്ന ഒരു, അതായത് ഫ്യൂച്ചർ, അതായത് സേവിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു മോട്ടീവ് ഉണ്ട്. നമ്മൾ അൺഫോർസീൻ എക്സ്പെൻസസ് ആണ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണം കുറച്ച് കൈ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മോട്ടീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിൻ്റെ തുടക്ക ഭാഗം. ദെൻ സപ്ലൈ ഓഫ് മണി.
അതായത് മണി ആരാണ് സപ്ലൈ ചെയ്യുക. നോർമലി നമുക്കറിയാം ബാങ്ക്സിൻ്റെ റോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ സപ്ലൈ ഈസ് മെയ്ഡ് ബൈ ഹൂം, സപ്ലൈ ഓഫ് മണി ഈസ് ഡൺ ബൈ ഹൂം എന്നുള്ളതാണ്. അപ്പോൾ മണിയുടെ ഡിമാൻഡും സപ്ലൈയും ഒപ്പം ബാങ്കിങ് സെക്ടറും അതിൽ വരുന്നുണ്ട്. അതായത് ബാങ്ക് എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഈ സെൻട്രൽ ബാങ്കിൻ്റെയും രണ്ട് ബാങ്കുകളുടെയും ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ ബാങ്കുകൾ പെർഫോം ചെയ്യുക എന്നും കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മാക്രോയിലെ മൂന്നാമത്തെ യൂണിറ്റ്. ഇനി നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ. അതായത് ഒരു ഇക്കോണമിയിൽ ഇൻകം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുക വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അക്കോർഡിംഗ് ടു കെയ്ൻസ് നമ്മുടെ ഈ മാക്രോ തിയറീസ് എല്ലാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ തിയറീസ് എല്ലാം ഡിറൈവ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെല്ലാം ജെയിം കെയ്ൻസ് എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട് ഇക്കോണമിയുടെ ഇൻകം ജനറേഷനിൽ. അപ്പോൾ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഏരിയാസാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ. ഇൻവെസ്റ്റ്മെൻറ്റും അഗ്രിഗേറ്റ് ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകം ജനറേഷനും തമ്മിലുള്ള റിലേഷൻ എല്ലാം നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിൽ വരുന്നുണ്ടാവും. ഇനി ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്കോണമിയിൽ ബഡ്ജറ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് അതായത് യൂണിയൻ ഗവൺമെൻറ്റും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് ഉണ്ട്. ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ഉണ്ട്. അതിൻ്റെ ഓരോ ഐറ്റംസിനെയും കുറിച്ചും ഡീപ്പായിട്ട് നമ്മൾ ബഡ്ജറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പഠിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് കമ്മി ബഡ്ജറ്റാണ് നമ്മൾ നടപ്പിലാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് എപ്പോഴും ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്. അപ്പോൾ എന്താണ് ബഡ്ജറ്റിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ആ ഡെഫിസിറ്റ് തന്നെ ഏതൊക്കെ തരത്തിലാണ് എന്നുണ്ട്. അപ്പോൾ ഡെഫിസിറ്റ് ബഡ്ജറ്റ് അത് കണ്ടുപിടിക്കാൻ, മാത്തമെറ്റിക്കലി കണ്ടുപിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡെഫിസിറ്റ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം എന്നുള്ളതുണ്ട്. അവിടെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്നുള്ളൊരു മെഷർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ മെൻഷൻ ചെയ്ത് പോവാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിറ്റ് ആയിരിക്കും അഞ്ചാമത്തെ യൂണിറ്റ്. ദ ലാസ്റ്റ് വൺ നമുക്കറിയാം, ഒരു ഇക്കോണമി നോർമലി വേൾഡ് ഇക്കോണമി, ഒരു ഇക്കോണമി എന്ന് പറയുന്നത് ഓപ്പൺ ഇക്കോണമിയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തന്നെയല്ല കൺസ്യൂം ചെയ്യുക, പകരം അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, അല്ലേ? മറ്റാരൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ അനലൈസ് ചെയ്യുക. അതായത് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഇപ്പം ഓപ്പൺ ഇക്കോണമി എന്താണ്? ലാസ്റ്റ് യൂണിറ്റ് ഓപ്പൺ ഇക്കോണമിയാണ്. ഓപ്പൺ ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ റെസ്റ്റ് ഓഫ് ദി വേൾഡ്, നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം കൺട്രിയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൺട്രിയിൽ നമ്മുടെ ഇക്കോണമിയിൽ റുപ്പിയിലായിരിക്കില്ല നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുക, പകരം ആ രാജ്യത്തിൻ്റെ കറൻസിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെന്താണ്, സാധനങ്ങളുടെ പ്രൈസ് പോലെ തന്നെ ആ കറൻസിക്കും ഒരു റേറ്റിലുണ്ടാവും. ആ പെർട്ടിക്കുലർ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ റേറ്റിലാവും നമുക്ക് ഫോറിൻ കറൻസീസ് വാങ്ങാനും വിൽക്കാനും സാധിക്കാം. ആ റേറ്റിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ കൺട്രീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് കോൺസെപ്റ്റ് വരുന്നുണ്ട്, ബാലൻസ് ഓഫ് ട്രേഡ് എന്നും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും. എന്താണ് ഇത് രണ്ട് കോൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്ന, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഓപ്പൺ ഇക്കോണമി ഓഫ് 4 സെക്ടർ മോഡൽ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൽ ഇൻകം ജനറേഷൻസും നമ്മൾ നോക്കുന്നുണ്ട്. ഈ 2 സെക്ടർ, 3 സെക്ടർ, 4 സെക്ടർ, അതിൽ ഈ 4 സെക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ഇക്കോണമിയിൽ എത്രത്തോളം ഹൗ മച്ച് ഓഫ് ഇൻകം ക്യാൻ ബി ജനറേറ്റഡ് എന്നുള്ളതും കൂടെ നമ്മൾ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ 6ാമത്തെ യൂണിറ്റ്. ഈ സിലബസ് മൊത്തം പറയുമ്പോൾ ആരും ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം 2 പേപ്പറായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്, ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നും സ്റ്റാറ്റിസ്റ്റിക്സും. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള, അതായത് ഒട്ടും സ്ട്രെയിൻ ഇല്ലാത്ത 2 പേപ്പറായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം ഇല്ലേ? ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഇന്ത്യയുമായിട്ട് ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലേ? അത് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് വായിച്ചാൽ തന്നെ
മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയാസ് ആയിരുന്നു ഈ ഫസ്റ്റ് ഇയറിൽ. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അത്ര ലാഘവത്തോടെ അല്ലെങ്കിൽ അത്ര എളുപ്പത്തോടു കൂടി നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഇയറിലെ ടോപ്പിക്സിനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ നന്നായിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് സ്കോർ ചെയ്യാനും വളരെയധികം പ്രാധാന്യമുള്ളതുമായിട്ടുള്ള വിഷയമാണ് എക്കണോമിക്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആ സിലബസിനെ കുറിച്ച് ആദ്യമേ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ.